ഒരുപാട് ആളുകൾ റമളാൻ ആകുമ്പോൾ നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ എന്ന ബേജാറിലാണ്, വിഷമത്തിലാണ്. ആർത്തവം, പ്രസവം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ചിലർ രോഗികൾ, രോഗം എന്നത് സാധാരണ രോഗമല്ല, നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗം. ചിലത് ഡോക്ടറോട് പറഞ്ഞാൽ ശരിയാകുന്നതാണ്. മരുന്നുണ്ട്, ഒന്ന് രാവിലേക്കാക്കുക, ഒന്ന് വൈകുന്നേരത്തേക്കാക്കുക. അതിനും കഴിയാത്ത രോഗികളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ തക്ക പ്രതിഫലം നൽകണേ. റമളാനിൽ നോമ്പെടുക്കുന്ന പോലെ അല്ലല്ലോ എന്ത് വന്നാലും ശരി റമളാൻ അല്ലാത്ത കാലത്ത് നോറ്റുവീട്ടുന്നത് എന്ന ഒരു വിഷമം. ആ വിഷമം ഈമാൻ്റെ വിഷമമാണ്. അതിന് തക്കതായ പ്രതിഫലം അല്ലാഹുവിങ്കിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റമളാനിലും കഴിഞ്ഞ റമളാനിലും അങ്ങനെ മരണം വരെയും നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടമുണ്ട്. വിശ്വാസമനുസരിച്ച്, ഈമാനും ഇഖ്ലാസും തഖ്വയും അനുസരിച്ച് അവർക്ക് വലിയ സങ്കടങ്ങളുണ്ടാകും. ഒന്നുമില്ല, അള്ളാഹു രേഖപ്പെടുത്തുകയാണ്, ആരോഗ്യവാനായിരിക്കെ യാത്രയല്ലാത്ത സമയത്ത്, സമ്പത്തുള്ള സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തുകയാണ്. ഈ ആളുകളോടൊക്കെ പറയണം, ശരി, നോമ്പ് റമളാനിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം. ലോകത്ത് ലക്ഷോപലക്ഷം സഹോദരങ്ങൾ ഇന്നലെ വരെ നോമ്പെടുത്തു. പലരും ഷഅബാനിൽ ഫുള്ള് നോമ്പെടുത്തു ഇന്നലെ വരെയും. എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ആ സുന്നത്ത് നോമ്പുകളെല്ലാം പൂർത്തിയാക്കി. നിർബന്ധമായ റമളാൻ മാസത്തെ നോമ്പ് 1, 2 സുന്നത്ത് നോമ്പുകൾ. അതുതന്നെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അറബി മാസം 13, 14, 15, മുഹറം 9, 10, ഷഅബാൻ മാസത്തിലെ ഫുള്ള് നോമ്പ്, ശവ്വാൽ 2 മുതൽ 7 വരെ, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ എന്നിങ്ങനെ ദിവസം നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകൾ. സുന്നത്ത് നോമ്പുകളിൽ മറ്റൊന്ന്, സൗകര്യമുള്ളപ്പോഴൊക്കെ നോൽക്കാം. എന്നാൽ ആയുഷ്കാലം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം നോമ്പില്ല. അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ. മൂന്നാമത്തേത് പ്രായശ്ചിത്ത നോമ്പുകളാണ്. ചില തെറ്റുകൾക്ക്, അബദ്ധങ്ങൾക്ക്, അപാകതകൾക്ക് പകരമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച, നിർബന്ധമായി നിശ്ചയിച്ച കഫാറത്തുകൾ എന്ന് പറയും. അതിലൊന്ന് ലിഹാർ ആണ്. മുജാദില 3-4 ആയത്തുകൾ. വല്ലദീന യുളാഹിറൂന, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്നിങ്ങനെയുള്ളൊരു വാചകം പറയാം. ഭാര്യയുമായും ഭർത്താവുമായും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ്. ഗൗരവപ്പെട്ട വാക്കാണ്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല മനസ്സുള്ള ആൾക്കാർക്കൊക്കെ അതിൽ വിഷമം തോന്നും. അപ്പോൾ അവർക്ക് തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, 1 ഒരു അടിമയെ മോചിപ്പിക്കുക, 2 ഫമല്ലം യജിദ്, അതിന് സാധിച്ചില്ലെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഐനി, 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കണം. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണമെന്ന് പറഞ്ഞ രംഗത്തെല്ലാം അതിൽ നോമ്പില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അഥവാ മനഃപൂർവ്വം ഒരു ദിവസം നോമ്പ് ഒഴിവാക്കിയാൽ വീണ്ടും 1 മുതൽ 60 വരെ വേറെ തുടങ്ങണം. തെറ്റുകൾക്കുള്ള ശിക്ഷകൾ നിശ്ചയിക്കുമ്പോൾ കൃത്യതയും കണിശതയും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും നടത്തരുത്. ഭാര്യയാണ്, ഭർത്താവാണ്, അത്യുന്നതമായ പദവിയാണ്, റബ്ബിൻ്റെ പേരിലുണ്ടായ കല്യാണമാണ്. ആ നിലക്ക് ശരി. മൂന്നാമത്തേത്, റമളാനിൽ പകൽ ഭാര്യയും ഭർത്താവും സംയോഗത്തിലേർപ്പെട്ടു പോയാൽ, ചൂടായാലും തണുപ്പായാലും മഴയായാലും മഞ്ഞായാലും ശരി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും ഒരു ഊഷ്മളത, വികാരം ഉണ്ടാകും. അടുത്ത് കിടക്കുമ്പോൾ തന്നെ സൂക്ഷിക്കണം. ഒരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയോ? ആ, മുറിയും. വേറൊരാൾ വന്ന് ചോദിച്ചു, ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയോ? ഇല്ല. അതെന്താ സംഭവം? ആദ്യത്തെ ആൾ ചെറുപ്പക്കാരനാണ്, രണ്ടാമത്തെ ആൾ കുറച്ച് വയസ്സനാണ്. അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കണം. സംയോഗത്തിലേർപ്പെട്ടു പോയാൽ എന്ത് വേണം? അത്ഭുതകരമായ ചരിത്രമുണ്ട്. ബുഖാരി 1936, ഒരു വയസ്സായ ആൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഹലക്തു റസൂലെ, ഞാൻ നശിച്ചുപോയി. എന്ത് പറ്റിയായി സഹോദര? ഞാൻ റമളാനിൽ പകൽ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിൻ്റെ കയ്യിൽ ഒരു അടിമയെ മോചിപ്പിക്കാനുണ്ടോ? ഇല്ല. 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കാൻ കഴിയുമോ? അതിനുള്ള ആരോഗ്യമില്ല. പിന്നെന്താ ചെയ്യുക? 60 മിസ്കീന് അഗതിക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയുമോ? ഇല്ല. തലയും താത്തിയോടെ അങ്ങനെ ഇരുന്ന് ഒരാൾ ഒരു കൊട്ടായി ഭക്ഷണം ഇട്ടിട്ട് വന്നു. അപ്പോൾ റസൂൽ അതെടുത്തിട്ട് പറഞ്ഞു, ഇയാളുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ എന്നെക്കാളും പാവപ്പെട്ടവരെയാണോ നബിയെ? അതെ. എന്നാൽ എൻ്റെ നാട്ടിൽ എന്നെക്കാൾ സാധുക്കളായ ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെളുക്കച്ചിരിച്ചു. എന്നിട്ട് അവിടുന്ന് അരുളി, നീ നിൻ്റെ വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്കരുത് എന്ന്. ചരിത്രം മദീന മസ്ജിദിൽ നടന്ന കാര്യങ്ങളാണ്. മസ്ജിദുകൾ ഇങ്ങനെയൊക്കെ ആകും. പൂട്ടാൻ കാത്തു നിൽക്കുന്ന കമ്മിറ്റിക്കാരെ അല്ല നമുക്ക് ആവശ്യം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂട്ടുക, പിന്നെ AC ഒക്കെ ഓഫാക്കുക, ഫാൻ ഓഫ്, അങ്ങനെയൊന്നുമല്ല. മസ്ജിദ് തന്നെ സജീവമാണ്. ഏത് സമയത്തും അവർക്ക് വരാൻ സാധിക്കണം. യാത്രക്കാർക്ക് ബാത്റൂമൊക്കെ തുറന്ന് കിട്ടണം. സ്ത്രീകൾക്ക് എപ്പോഴും 5 നേരവും അവരുടെ വാതിൽ തുറന്ന് കിടക്കണം. തർക്കപരിഹാര കേന്ദ്രമാകണം, കോടതിയാകണം, സംശയ നിവാരണത്തിൻ്റെ കേന്ദ്രമാകണം. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ആകണമെന്ന് എല്ലാവരും മനസ്സിൽ വിചാരിക്കണം. അതനുസരിച്ച് നമുക്ക് ഉഷാറാക്കി കൊണ്ടുനടക്കണം. റമളാനിൽ ഇത്തിക്കാഫ് ഉണ്ട്. ഇത്തിക്കാഫ് ഇരിക്കണമെങ്കിൽ അതിൻ്റേതായ സൗകര്യങ്ങളൊക്കെ വേണം. മഴ വന്നാലും ശരി, ബാത്റൂമിൽ പോകാനും മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ പുറത്തു പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത്തിക്കാഫ് ഇരിക്കാനൊക്കെ ഉണ്ടാകണം. കുറവുകളൊക്കെ പരിഹരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ റമളാൻ മാസത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധം പാടില്ല. ഒരുമിച്ച് കിടക്കാം, ചുംബനവും സംസാരവും ഒക്കെ ആകാം. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്നാണ്. അപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ ഭാര്യയെ നിർബന്ധിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ മാത്രമാണ് ഈ 2 മാസം നോമ്പെടുക്കേണ്ടത്. ഒരുപക്ഷെ അവൾ നിർബന്ധിക്കുന്നതാകാം. എങ്കിൽ അവൾ മാത്രമാണ് 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കേണ്ടത്. അല്ല, 2 ആളും സഹകരിച്ചു കൊണ്ടാണെങ്കിൽ 2 ആളും. ക്ലിയറായി മനസ്സിലാക്കണേ. തുടർച്ചയായി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മെൻസസ് പീരീഡിൽ നോമ്പ് ഉണ്ടാവില്ലല്ലോ. ന്യായമായ യാത്രയാണെങ്കിൽ നോമ്പ് നോൽക്കാതിരിക്കാൻ അനുവാദമുണ്ട്, നോറ്റ് വിട്ടിയാൽ മതി. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ഒരൊറ്റ ദിവസത്തെ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിൻ്റെ കാര്യമായി പറഞ്ഞത്. ഒന്നാമതായി അത് കളാ വീട്ടണം. അതിന് 2 ആളും നോമ്പ് കളാ വീട്ടണം. എന്നിട്ടാണ് ഈ 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കേണ്ടത്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. 4-മത്തേത് സത്യം ചെയ്യുന്നതിൻ്റെ പേരിലുള്ള പ്രായച്ചിത്താണ്.
നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പോയി വന്ന ആൾക്കാർ ഒന്നെടുത്ത രണ്ടാമത്തേന് വല്ലാഹി എന്ന് പറയും. അങ്ങനെ പറയരുത് കേട്ടോ. വല്ലാഹി എന്ന് പറയേണ്ടത് നമ്മൾ പറയുന്ന വിഷയത്തിന് വേറെ സാക്ഷികളില്ലാതിരിക്കുമ്പോഴാണ്. നമ്മളൊരു കാര്യം പറയാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയാണ് നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഒരു നിലക്കും നമുക്ക് തെളിയിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പോൾ നമ്മൾ പറയണം വല്ലാഹി ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല, അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. എപ്പോഴാ? വേറെ സാക്ഷികളൊന്നുമില്ല, തെളിയിക്കൽ നമുക്ക് നിർബന്ധമായി, കോടതി പോലെയുള്ള ഒരു പരിസരം. അത്തരം സന്ദർഭത്തിൽ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വല്ലാഹി പറയേണ്ടി വരില്ല. അള്ളയാണ് സത്യം, റബ്ബാണ് സത്യം എന്ന് പറയും. ചില ആൾക്കാരെന്ത് ചെയ്യും? ശിർക്ക് ചെയ്യും. എന്താ? കുട്ടികളെ വാപ്പയാണ് സത്യം, അത് ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അത് ശിർക്കാണ്, പടച്ചോൻ പൊറുക്കാത്ത പാപമാണ്. കഅബയാണ് സത്യം എന്ന് പറയരുത്, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയാം. അപ്പോൾ സത്യം ചെയ്യുക എന്നുള്ളത് ഒരു സാക്ഷി പോലെയാണ്. ഒരു സാക്ഷി പോലെയാണ് സത്യം ചെയ്യുക എന്നുള്ള വാക്ക്. അത് നിർബന്ധമായ സാഹചര്യത്തിലേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചോളണം. വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. അല്ല, വിശ്വസിക്കൽ നിർബന്ധമായി വന്നാൽ വല്ലാഹി പറയാം. ഇനി ഞാൻ എന്തായാലും നാളെ ആ പൈസ തരും, അള്ളാഹുവാണ് സത്യം, ഞാൻ ആ പൈസ നാളെ തരും. കൊടുത്തില്ല, നാളെ. അപ്പം എന്താ ചെയ്യേണ്ടത്? സത്യം ലംഘിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ശപഥം ലംഘിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മാഇദ 89-ാമത്തെ ആയത്ത്. ഒന്നുകിൽ 10 മിസ്കീന്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഗതിയില്ലാത്ത ആൾക്ക്, അവർക്ക് തിന്നാൻ കൊടുക്കുക. ബിരിയാണി ആകേണ്ട, പൂളക്കേങ്ങും ആകേണ്ടയില്ല, സാധാരണ ഭക്ഷണം. അതിന് കഴിയില്ലെങ്കിൽ 10 ആൾക്ക് ഡ്രസ്സ് കൊടുക്കുക. അതിനും കഴിയില്ലെങ്കിലോ അടിമയെ മോചിപ്പിക്കുക. ഫമല്ലം യജിദ്, അതിനും കഴിയില്ലെങ്കിൽ ഫസ്യാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പ് വിൽക്കുക. ഒരൊറ്റ വാക്ക് പാലിക്കാതിരുന്നാൽ 3 ദിവസം നോമ്പ്. അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം നോമ്പ് വിൽക്കാൻ ഉണ്ടാവും നമ്മളൊക്കെ? ആലോചിച്ച് നോക്കി. അള്ളാഹുവേ കാത്തു രക്ഷിക്കണേ. മേലാൽ മിണ്ടിപ്പോകരുത്. കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയാം. നടപ്പാക്കാൻ കഴിയാതെ വന്നാൽ തലേന്ന് തന്നെ പറയാം, നാളെ തരാമെന്ന് പറഞ്ഞ ക്യാഷ് ഉണ്ടല്ലോ, റെഡി ആയിട്ടില്ല കേട്ടോ, നാളെ വരാൻ പറഞ്ഞല്ലോ, ചെറിയൊരു അസൗകര്യം ഉണ്ടോ, അങ്ങനെ നേരത്തെ പറഞ്ഞ ഇന്ന് കഴിച്ചില്ല, രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഈ ലോകത്തെ പ്രായച്ചിത്തിൽ നിന്നുമൊക്കെ ഒഴിവാകാൻ ശ്രമിക്കാം. പക്ഷേ ശരിയായ കള്ളത്തരവൊന്നും ആകരുത്, സത്യസന്ധമായ കാര്യമാകണം. അപ്പം എന്ത് വേണം? ഒരു കാര്യം ചെയ്യാം, പറയാം, വരാം, തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പാക്കിക്കൊള്ളണം. വാക്ക് സത്യവിശ്വാസിയുടേത് വെറും വാക്കല്ല, അത് കനത്ത വാക്കാണ് കേട്ടോ. ഇതാണ് 4-ാമത്തേത്. 5-ാമത്തേത്, ഹജ്ജ് കർമ്മങ്ങൾ കഴിയുന്നതിന് മുമ്പ് തലമൊട്ടയടിക്കാൻ പാടില്ല. എന്നാൽ തലയിൽ അസുഖം അല്ലെങ്കിൽ പേന്നറിഞ്ഞു, ഒരു സ്വൈരമില്ല, അവ തല മൊട്ടയടിക്കേണ്ടി വന്നു എന്ന് വരും. അങ്ങനെ മൊട്ടയടിച്ചാൽ ബഖറ 196, ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദം മിൻ റഅസിഹി ഫഫിദിയത്തും മിൻ സിയാം, 3 ദിവസത്തെ നോമ്പ്. ഇതാണ്. 6-ാമത്തേത് എങ്ങനെയാണ് എത്രയാണെന്നും പറയാത്ത ഒരു വകുപ്പാണ്. അതെന്താ? യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവാക്കളെ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, വിവാഹശേഷി എത്തിക്കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കണം. നീട്ടിക്കൊണ്ടുപോകുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന, തട്ടിപ്പോകുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും മാതാപിതാക്കളെയും ഒക്കെ കാണാം. ആയിട്ടില്ല എന്ന് പറയും. എന്തായിട്ടില്ല എന്നാണ് പറയണത്? പ്രായപൂർത്തിയായിട്ടില്ലേ? ഉണ്ട്. ഗവൺമെൻറ് നിശ്ചയിച്ച അവധി വരെ എത്തി, അതിൻ്റെ അപ്പുറത്തെത്തി, എന്നിട്ടും ജോലിയായിട്ടില്ല എന്ന് പറയുന്നു ചിലർ. വല്യാപ്പാക്ക് എന്തേലും ജോലി, വല്യമ്മാക്ക് എന്തേലും ജോലി, ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ പറയുന്ന ജോലി കിട്ടുമോ? ജോലി ചെയ്യാൻ ഇറങ്ങിയ ജോലിയുണ്ട്,
ജോലി ചെയ്യാനിറങ്ങിയ ജോലിയുണ്ട്, എന്താ ചെയ്യുക പുതിയൊരു പെണ്ണ് വന്നാൽ എന്ന് പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. അള്ളാഹു അരുളുന്നു, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ദുനിയാവിൽ ഏതൊക്കെ ജന്തുക്കളുണ്ടോ ജീവികളുണ്ടോ അവയുടെ ഭക്ഷണം അള്ളാഹു ഏറ്റിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഏറ്റതാണ്. ഉണ്ട്, ഭക്ഷണം ഇവിടെ ഉണ്ട്. ഓളവാപ്പാൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ കയ്യിലേക്ക് ആ റേഷനിങ് മാറ്റണമെങ്കിൽ അത് നേരത്തെ തന്നെ മാറ്റിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ അത് മാറ്റിക്കൊള്ളണമെന്നില്ല, കല്യാണം കഴിഞ്ഞിട്ടും മാറ്റിയാലും മതി. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ മാതാപിതാക്കളെ, ബന്ധുക്കളെ, മക്കളെ കൊണ്ട് വേഗം കല്യാണം കഴിപ്പിക്കണം. ആ പെൺകുട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഓരോ യുവാവിനെ കാണുമ്പോഴും ബാപ്പാർ ആലോചിക്കും, ഇതാവുമോ എൻ്റെ പുതിയാപ്പള എന്ന്. എത്ര ദിവസങ്ങളാണ്, മാസങ്ങളാണ്, ആഴ്ചകളാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാൻ ഇടവന്നേക്കാം, ഏതെങ്കിലും വഴിക്ക് പോയി എന്ന് വന്നേക്കാം, ബാപ്പാക്ക് മനഃപ്രയാസം വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ത്യാഗമാണ് നമ്മുടെ പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ കല്യാണം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, കല്യാണം നടത്തണം. ഫമല്ലം യജിദ് അല്ലെങ്കിൽ ഫമല്ലം യസ്തതി, കഴിഞ്ഞില്ല, കല്യാണം നടന്നില്ല, പെണ്ണ് കിട്ടിയില്ല, അങ്ങനെ കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ബാപ്പാക്ക് വലിയ അസുഖമായി, ഉമ്മാക്ക് വലിയ അസുഖമായി, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ കല്യാണം നീണ്ടുപോയാൽ യുവാക്കളെ ഫഅലൈഹി ബിസ്സൗം, നോമ്പെടുക്കണം, സുന്നത്ത് നോമ്പെടുക്കണം. എന്തിന്? ഫൈനഹു ലഹു വിജാഉൻ, അത് ആൾക്കൊരു മൂടിയാണ്, സുരക്ഷയാണ്, തെറ്റിച്ചിലേക്ക് പോകാതിരിക്കാൻ. പകൽ നോമ്പാളോ, ഒരന്യപെണ്ണിനെ നോക്കാതെ, ആ നിലക്ക് സംസാരിക്കാതെ, എന്തെങ്കിലും തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള നമുക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നൊരു പണി, അതാണ് നോമ്പ്. ഈ നോമ്പ് ഇത്ര ദിവസം വേണമെന്നല്ല പറഞ്ഞത്. അതെങ്ങനെയാണ് സൗകര്യം? ആഴ്ചയിലൊന്നും നോറ്റാൽ മതിയാവുമോ? ഒരാഴ്ച സ്ട്രോങ് ആയി കിട്ടുമോ? ഒരാഴ്ച അതിൻ്റെ ശക്തി ഉണ്ടാവുമോ? ദിവസം നോൽക്കേണ്ടി വരുമോ? ഇടവിട്ട് നോൽക്കേണ്ടി വരുമോ? അതൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്ഥിതിയും ആരോഗ്യസ്ഥിതിയും സാഹചര്യവും. വീട്ടിൽ നല്ല അന്തരീക്ഷമാണ്, എല്ലാവരും പ്രവർത്തന രംഗത്താണ്. 5 നേരം ബാപ്പിയും ഉമ്മയും ഭാര്യയും ഭർത്താവും ആങ്ങളയും പെങ്ങളൊക്കെ മസ്ജിദിൽ പോകുന്നതാണ്, ക്ലാസ്സുകളും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ്, അത്ര വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ ആ ദീനിൽ അങ്ങനെ ഒഴുകിപ്പോയിക്കോളും. എല്ലാ വീടുകളും അങ്ങനെ ആകണം, ദീനിനെപ്പറ്റി സംസാരിക്കുന്ന വീട്. ശരി, അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള നോമ്പുകൾ ഉണ്ട്, ഇങ്ങനെയുള്ള നോമ്പുകൾ ഉണ്ട്. നൊയമ്പ്, ഉപവാസം, സത്യാഗ്രഹം, അതൊന്നും ഇസ്ലാമിലെ നോമ്പല്ല. രാഷ്ട്രീയ സാമൂഹ്യ കാരണങ്ങളാൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ നോമ്പിൻ്റെ കണക്കിലേക്ക് ചേർക്കരുത്. പല അമുസ്ലിം സഹോദരങ്ങളും മുസ്ലിങ്ങളുടെ കൂടെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതായി നമ്മൾ അറിയുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അള്ളാഹുവേ, നീ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ. ചങ്ങാതിമാരോട് പറയണം, ഈ നോമ്പിന് വല്ല കൂലിയും കിട്ടണമെങ്കിൽ ഷഹാദത്ത് കലിമ, നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, ലോകത്തിൻ്റെ നബിയായ റസൂലുള്ളയെ അംഗീകരിക്കാൻ തയ്യാറായാൽ മതി, വേങ്ങോട്ട് പോരിൻ എന്ന് പറയാൻ ഒരു നാവ് ആവശ്യം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറ 183. മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ, ഭയഭക്തിയുള്ളവരാകാൻ, സൂക്ഷ്മത പാലിക്കാൻ. കണ്ണും കാതും ശരീരവും മനസ്സും സമ്പത്തും ആരോഗ്യവും ഭക്ഷണവും വസ്ത്രവും വാഹനവും ചുറ്റുപാടുമെല്ലാം ഒരു തഖ്വയുടെ നിഴലിലും തണലിലും ആകണം. സുരക്ഷിതത്വമുണ്ടാകണം. എല്ലാവരും നല്ല രീതിയിലുള്ള ജീവിതത്തിന് കുറച്ചുകൂടി മുന്നോട്ട് വരണം. അതിനാവശ്യമാണ് തൗഹീദ്, അതിനാവശ്യമാണ് നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, ഖുർആൻ പാരായണം. ആ കൂട്ടത്തിൽ ഒരു മാസക്കാലത്ത് നോമ്പ്. അയ്യാമൻ മഅ്ദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. യാത്രക്കാരോ രോഗിയോ ആണെങ്കിൽ
മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റു വീട്ടുക. ഏത് യാത്ര? നോമ്പിന് തടസ്സമായ യാത്ര. ഏത് രോഗം? നോമ്പെടുക്കാൻ തടസ്സമായ രോഗം. ഇപ്പം എന്ത് ചെയ്യാം? അവർ മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റു വിട്ടണം. അല്ല, കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിൻ്റെ ബാക്കിയുള്ളതൊക്കെ വീട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഏതെങ്കിലും കാരണവത്താൽ മുഴുവനായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 6 നോമ്പ് കഴിഞ്ഞ ഉടനെ നോറ്റു വിട്ടണം. ഈ റമളാനിൽ എന്തെങ്കിലും കാരണത്താൽ നോമ്പെടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് 6 നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ നോമ്പ് നോറ്റു വിട്ടാൻ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വമൻ തതവ്വഅ ഖൈറൻ. അപ്പോൾ വമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ വഅലല്ലദീന യുതീഖൂനഹു. വളരെ ഞെരുക്കമാണ് നോമ്പെടുക്കാൻ എന്ന ആള്. രോഗി, അങ്ങനത്തെ രോഗിയല്ല, അവശരാണ്, മാറാരോഗിയാണ്. അല്ലെങ്കിൽ മാറൂല, മാരക രോഗമാണ്, അതും മാറാൻ സാധ്യതയില്ല. സാധാരണ രോഗം എന്ന് പറഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ കഴിയും. അതൊന്നും കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അവശരാണ്, വയസ്സായിട്ടുണ്ട്, ജന്മനാ തളർച്ചക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെന്ത് ചെയ്യണം? അപ്പോൾ 1 രോഗി, 2 യാത്രക്കാരൻ, 3 മാറാരോഗമാണ്, മാരക രോഗമാണ്, അല്ലെങ്കിൽ അവശരാണ്. എന്ത് ചെയ്യണം? ഫിദിയത്തുൻ, പ്രായച്ചിത്തം കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? ത്വആമു മിസ്കീൻ, ഒരു മിസ്കീന്, ഒരഗതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. പൈസ കൊടുക്കരുത്, അവർക്ക് ഭക്ഷണമായി അത് കഴിക്കാൻ സാധിക്കണം. ഒരു ദിവസത്തേക്ക് ഒരു നോമ്പ്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു നേരത്തെ നോമ്പ്, ഒരു നേരത്തെ ഭക്ഷണം. അപ്പം അതിന് എപ്പോൾ കൊടുക്കണം? ഇന്ന് തന്നെ കൊടുക്കുക നല്ലത്. ഈ മാസം നോമ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ആൾ ഒരു 30 ദിവസത്തെ ഭക്ഷണം അങ്ങ് കൊടുക്കുക, അല്ലെങ്കിലോ അന്നന്ന് കൊടുക്കുക, അല്ലെങ്കിലോ അവസാനം കൊടുക്കുക. ആർക്ക് കൊടുക്കണം? മിസ്കീന്. താടി വടിക്കുന്ന ആൾ മിസ്കീനാവില്ല, കാരണം അടുത്ത് പൈസ ഉണ്ടല്ലോ. അതും കൂടി കഴിയാത്ത ആളുണ്ടാവുമല്ലോ. ആഭരണം അണിഞ്ഞ ആൾ മിസ്കീനാവുമോ? ടൂറ് പോകുന്ന ആൾ മിസ്കീനാവുമോ? ചിന്തിക്കണം. മിസ്കീന് തിന്നാൻ കൊടുക്കണം. എത്ര മിസ്കീന് കൊടുക്കണം? ഒരു മിസ്കീന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 30 മിസ്കീന്മാരെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ 30 വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കാം. എങ്ങനെയും ചെയ്യാം. ഒരു ദിവസത്തേക്ക്, ഒരു നോമ്പിന്, ഒരു അഗതിക്ക് ഭക്ഷണം. ഒരു ദിവസത്തെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതിന് കഴിയില്ലെങ്കിൽ ഒരു നല്ല നേരത്തെ ഭക്ഷണം. ബിരിയാണി ആകണം എന്നില്ല, പറ്റത്താകുന്നതും ആകേണ്ടതില്ല. ബിരിയാണി ആകാം, നല്ലതാകാം, ഏറ്റവും നല്ല കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വാൻ തസൂമു ഖൈറുൽ ലക്കും. നോമ്പ് ഓൽക്കലാ നല്ലത് കേട്ടോ. എങ്ങനെയെങ്കിലും ഇടങ്ങാറായിട്ടാണെങ്കിലും നോമ്പ് ഓൽക്കുക നല്ലത്. ചില ആൾക്കാർ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നോമ്പും കൂടിയായ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഏതായാലും ഞെരുങ്ങിയിട്ടായാലും നോമ്പെടുക്കലാണ് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, അതിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നിയമം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട റമളാൻ മാസം എത്ര മനോഹരമാണ്. ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു പുസ്തകത്തിൻ്റെ ഉത്സവം, അവതാരണ ഉത്സവം, അത് ഒരു മാസത്തെ നോമ്പാണ്. ആ പുസ്തകം മുഴുവൻ അന്നിറങ്ങിയതല്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? 6236. അതിൽ 6-7 ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ 6-7 ആയത്തുകളാണ് ഇറങ്ങിയത്. അതിറങ്ങിയതിൻ്റെ പേരിൽ അതിൻ്റെ സന്തോഷ പ്രകടനമാണ് വായനക്കാരായ മുസ്ലിങ്ങൾ, ഓത്തുകാരായ മുസ്ലിങ്ങൾ, പാരായണത്തിൻ്റെ ആളുകളായ മുസ്ലിങ്ങൾ, അർത്ഥം പഠിക്കുന്ന മുസ്ലിങ്ങൾ, അതിൻ്റെ ആശയം പഠിക്കുന്ന മുസ്ലിങ്ങൾ, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ, അതനുസരിച്ച് ശിർക്കിനെ വെടിയുന്നോ, ഫോട്ടോ പതിച്ചത് വെടിയുന്നോ, പലിശ വെടിയുന്നു, കൈക്കൂലി വെടിയുന്നു, സ്ത്രീധനം വെടിയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങൾ. ആ ഒരു 6-7 ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ പേരിലുള്ള സന്തോഷ പ്രകടനമായി
ഒരു മാസം നോമ്പ് നിൽക്കുന്നു, നിർബന്ധം നോമ്പ് നിൽക്കുന്നു. 14 നൂറ്റാണ്ടായി. ഇങ്ങനെ ഒരു ബഹുമതി ഏതെങ്കിലും ഒരു കിതാബിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് ഖുർആനാണ്. എങ്കിൽ ഖുർആൻ്റെ വില എത്രയാണ്? എന്താ തിങ്കളാഴ്ച നോമ്പ് നിൽക്കാനുള്ള ഒരു കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ കിട്ടിയത് തിങ്കളാഴ്ചയാണ്. അപ്പം 53 ദിവസം അതിൻ്റെ പേരിൽ സുന്നത്ത് നോമ്പ് നിൽക്കുകയാണ്. ഇത്രയും മഹനീയമാണ് ഖുർആൻ്റെ മഹിമ. അതുകൊണ്ട് ഹുദല്ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം, വബയ്യിനാത്തി മിനൽ ഹുദാ, സന്മാർഗത്തിൻ്റെ വിവരണങ്ങൾ, തെളിവുകൾ, വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്നത് ഖുർആനാണ്. കിട്ടിയാൽ സത്യം വേറെ അസത്യം വേറെ എല്ലാം പറഞ്ഞു കൊടുക്കണം. ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാട്ടുകാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ്. അതുകൊണ്ട് ഫമൻ കാന മിൻകും ഫമൻ ഷഹിദ മിൻകും ഷഹറ ഫല്യസുംഹു, ആരാണോ ഹാജറുള്ളവർ നോമ്പെടുക്കട്ടെ. വമൻ കാന മരീദൻ വലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, യാത്രക്കാരോ രോഗിയോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കുക. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹ് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ഞെരുക്കമല്ല. യാത്രക്കാരും രോഗികളും അവസരും വിവസരുമൊക്കെ നോമ്പ് നോൽക്കുകയാണോ, നോറ്റ് വീട്ടുകയാണോ, പ്രായച്ചിത്തം കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ഒക്കെ അവനവൻ ആലോചിക്കുക. ഏതാ എളുപ്പം അത് ചെയ്യാം. അള്ളാഹു ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. യാത്രക്കാരും രോഗികളും നോറ്റ് വീട്ടൽ നിർബന്ധമാണ് കേട്ടോ. അവർ പ്രായച്ചിത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് പ്രായച്ചിത്തമായ ഭക്ഷണം കൊടുക്കൽ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റമളാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാസപ്പിറവി ഉണ്ടാകുന്നു. ശഅബാൻ 29-ന് മഗ്രിബിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രൻ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ശഅബാൻ 30 ഉണ്ടാവില്ല. കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ 30 ഉണ്ടാകും. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടാൽ നോമ്പോറ്റോളി, നിങ്ങൾ കണ്ടാൽ നോമ്പൂർച്ചോളി എന്നൊക്കെ. ചില ആൾക്കാർ പറയും നമുക്ക് മക്കത്തമായിരിയാക്കാം. ഓക്കെ, മക്കത്തുകാർക്ക് അത് തോന്നിയിട്ടില്ല, സൗദി ഗവൺമെൻറ്റിന് തോന്നിയിട്ടില്ല, നമ്മളെ മാതിരി ആയിക്കോട്ടെ. ചില ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. 45 രാഷ്ട്രങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ചെയ്യാം, അതാരാ തീരുമാനിച്ചത്? അവിടുത്തെ ഭരണകൂടങ്ങളാണ്. ഇസ്ലാമിക ഗവൺമെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ അള്ളയോ റസൂലോ നമ്മളോട് നിങ്ങൾ മക്കയെപ്പോലെ ചെയ്തോളി എന്ന് പറഞ്ഞില്ല. മക്കയിലേക്ക് തിരിയണമെന്ന് 1/2 ഡസനിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മുൽ ഖുറയാണ്, ലോക രാജ്യങ്ങളുടെ മുഴുവൻ ഉമ്മയാണ്, ഗ്രാമങ്ങളുടെ നഗരങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞില്ല നിങ്ങൾ മക്കത്തുള്ള മാതിരി ചെയ്താൽ മതി കേട്ടോ. അതില്ല, നമ്മളോട് കണ്ടാൽ നോമ്പ് വിൽക്കാൻ പറഞ്ഞു. ഇപ്പോഴല്ലേ മക്കയൊക്കെ ഉണ്ടായത്. നമ്മളെ ചെറുപ്പത്തിൽ മക്കത്തെന്നാ നോമ്പ്, മക്കത്തെന്നാ പെരുന്നാൾ എന്ന് അറിയാൻ ഒരു മാർഗവുമല്ല. ഇനിയും അങ്ങനെ ഒരു മാർഗത്തിലേക്ക് പോയിന്നും വരും. ഈ കരണ്ടാണ് പോയാൽ കഴിഞ്ഞില്ലേ, 2-3 ദിവസം കരണ്ടാണ് പോയാൽ കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിച്ചോട്ടെ. ഇപ്പോഴുള്ളത് എന്താണ്? കാണുക, നോമ്പെടുക്കുക, കാണുക, നോമ്പ് അവസാനിപ്പിക്കുക. അത് എളുപ്പമുള്ള കാര്യമാണ്, അത് സത്യമാണ്. വൈനോമാലയ്ക്കും മേഘം മൂടിയാൽ 30 തേക്കാൻ പറഞ്ഞു. മേഘം മൂടിയാന്ന് പറയുമ്പോൾ മേഘത്തിൻ്റെ അപ്പുറത്ത് ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നാൽ ഇത് ഇബാദത്താണ്. ഇത് വെറും ശാസ്ത്രമല്ല, ഇത് ഇബാദത്താണ്. നമുക്ക് റമളാൻ അവസാനത്തിൽ ഒരു ദിവസം കൂടി കിട്ടുകയാണെങ്കിൽ ഒരു നോമ്പും കൂടി കിട്ടി. ഷഅബാനിൽ 30 കഴിഞ്ഞിട്ടാണ് ഒന്ന് അത്താഴം കഴിക്കണം. അത്താഴം സുന്നത്താണ്. ബുഖാരി 1923 കഴിക്കണം. വേണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കണം.
എപ്പോഴാണ് കഴിക്കേണ്ടത്? അത് ഏറ്റവും അവസാനത്തെ സമയത്ത്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്. വൈകിക്കുക, നോമ്പോറ വേഗം, അത്താഴം വൈകിക്കുക, അതാണ് സുന്നത്ത്. 3, നിയ്യത്ത് വേണം. ലാ സിയാമ ലിമൻ ലം യുജ്മി ഖബ്ലൽ ഫജ്ർ. നസായി 2336. സുബഹിന് മുമ്പ് തീരുമാനിക്കാത്ത ആൾക്ക് നോമ്പില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉറക്കച്ചടവിൽ പോയിട്ടാണ് നോമ്പ് പറ്റാൻ പോരാ. നോമ്പ് വിൽക്കുക എന്നുള്ളൊരു ഓർമ്മ വേണം. തൊള്ളുകൊണ്ട് പറയുന്നും വേണ്ട. മസ്ജിദിൽ നിന്ന് നവൈത്തു സൗമഗദിൻ എന്ന് ചൊല്ലിക്കൊടുക്കുക അതിൻ്റെ ലോകത്തിൻ്റെ രാജാവായ റസൂലുള്ള ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബീകൾ ചെയ്തിട്ടില്ല, നമ്മളും ചെയ്യേണ്ട ആവശ്യമില്ല. അത് സുന്നത്തല്ല. നിയ്യത്ത് തൊള്ളയിലല്ല മനസ്സിലാണ്, നിയ്യത്ത് വായിലല്ല മനസ്സിലാണ്. അപ്പോൾ നിയ്യത്തില്ലാത്തവന് നോമ്പില്ല. അതുകൊണ്ട് മക്കളെയൊക്കെ വിളിച്ചോണ്ടുമ്പോൾ ആരാ ഉറങ്ങുന്നത്? മക്കൾ ഒന്ന് നേരെ ഇരിക്കും മക്കളെ. അപ്പോൾ മക്കളെയൊക്കെ ഉണർത്തുമ്പോഴേ നോമ്പാന്നുള്ളൊരു ഓർമ്മ വേണം. 4, 5 നേരത്തെ നിസ്കാരം, അമലുകൾ, ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം സജീവമാക്കണം. മസ്ജിദ് നിറയണം. എല്ലാവരും എല്ലാ ദിവസവും വേണ്ടതാണ്, 365 ദിവസവും വേണ്ട തന്നെയാണ്. എന്നാൽ റമളാനിലൊരു പ്രത്യേകമായ ആവേശവും ഉന്മേഷവും അതങ്ങനെ മരണം വരെ നിലനിർത്താനുള്ള തീരുമാനവും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. 5, നോമ്പ് തുറ. എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത്? ബാങ്ക് വിളി കേൾക്കുമ്പോഴല്ല, പിന്നെയോ സമയമാകുമ്പോഴാണ്. സമയമായോ അല്ലേ എന്നത് കൃത്യമായാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും വാച്ച് നോക്കി കറക്റ്റ് സമയമാണോ? ഈ മസ്ജിദിലെ രണ്ട് സമയക്രമമായി നിങ്ങളെ മൊബൈലും നിങ്ങളെ വാച്ചും ഒരേ സമയമാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ അത് നമുക്കറിയാൻ ചിലപ്പോൾ അപാകതകളുണ്ട് എന്ന്. അപ്പോൾ കലണ്ടറിലെ, ഏത് കലണ്ടറിലെ? ഇസ്ലാമിക കലണ്ടറിലെ നോമ്പുതുറയുടെ സമയം നോക്കണം. ചില ആളുകൾ നിസ്കാര സമയം ഉണ്ടാക്കിയപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 മിനിറ്റ് 4 മിനിറ്റ് പിന്നോട്ടാക്കിയിട്ടുണ്ട് എന്ന് പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കറക്റ്റല്ല എന്നുള്ള ഉറപ്പായില്ലേ? ഓക്കെ. അപ്പോൾ അവരോട് പറയാം, ഇങ്ങനെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് വേണ്ട, അത് ചിലപ്പോൾ നേരത്തെയാണ് നമുക്ക്. അതിനാൽ ബാങ്ക് കൊടുക്കേണ്ട സമയമായാൽ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടായില്ല, പട്ടിണിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ ഉണ്ട്. അള്ളാഹുവേ അവരെ അനുഗ്രഹിക്കണേ. നമുക്കും ഇന്ന് പട്ടിണിയായി എന്ന് വരാം. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പട്ടിണിയാകും. എല്ലാം ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ കടകൾ കമ്പോളങ്ങളൊക്കെ അടഞ്ഞ് നമ്മളതിലൊന്നും ഉണ്ടായില്ല എന്ന് വരാം. ബ്ലോക്ക് പെട്ടു, വണ്ടി പോവുകയാണ്, ബ്ലോക്ക് പെട്ടു, പെട്ടെന്നൊന്നും കരുതിയിട്ടില്ല. കരുതണം കേട്ടോ. വെള്ളം ഈത്തപ്പഴമൊക്കെ എപ്പോഴും കരുതണം. കുടിക്കാനുള്ള വെള്ളമൊക്കെ എപ്പോഴും ആവശ്യമാണ്. മരിക്കാൻ പോവുകയാണെങ്കിലൊന്ന് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടാകണം. ഒരു ഗ്ലാസ്, ഒരു കുപ്പി വെള്ളമൊക്കെ ഉണ്ടാകണം എപ്പോഴും യാത്രയിൽ. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. ബേജാറാകണ്ട, നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞു. ഇതാ അഖ്ബലല്ലൈലു മിൻ ഹാഹുന, അവിടെ നിന്ന് രാത്രി ഇങ്ങോട്ട് വരികയും വാദ്ബറന്നഹാറു മിൻ ഹാഹുന, ഇവിടെ നിന്ന് പകൽ അങ്ങോട്ട് പിൻവാങ്ങുകയും ചെയ്താൽ ഫഖദ് അഫ്തറ സ്വായിം, നോമ്പുകാരൻ നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് തുറക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും ബേജാറാകണ്ട, വിശപ്പുണ്ടാവും, പക്ഷെ നോമ്പ് മുറിഞ്ഞു. ശരി, അപ്പം നോമ്പ് തുറ വേഗമാക്കണം. എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്? അബൂദാവൂദ് 2358. അത് ഈത്തപ്പഴം കൊണ്ടാണ്, അല്ലെങ്കിൽ ഉണക്കക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ജ്യൂസല്ല, പത്തിരിക്കഷ്ണല്ല, വേറൊന്നല്ല, മുട്ടായി അല്ല, പിന്നെയോ പച്ചവെള്ളം. കിട്ടിയില്ലെങ്കിൽ, ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ പച്ചവെള്ളം. അത് നോമ്പ് തുറന്നിട്ട് നേരെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഈത്തപ്പഴം കഴിച്ചിട്ട് നേരാണ് നിസ്കരിക്കാൻ കയറിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബത്തക്കനെ ഓർമ്മ വരും. അതുണ്ടാകരുത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തെ ഓർമ്മ വരണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹനെ ഓർമ്മ വരണം. ഭക്ഷണം ഓർമ്മ വരരുത്. ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ വിശപ്പൊക്കെ ലേശടക്കിയിട്ട് വന്നാൽ മതി. എല്ലാ ദിവസവും മഗ്‌രിബ് ഇഖാമത്ത് കൊടുക്കേണ്ടത് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. കാരണം സുന്നത്ത് നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ. മസ്ജിദുകൾ അങ്ങനെയാകണം. ശരി,
എല്ലാവരും വേഗം നോമ്പ് തുറന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ മസ്ജിദിലെത്തുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏഴാമത്തെ വിഷയം നോമ്പ് തുറപ്പിക്കലാണ്. തിർമിദി 807 ആയത്ത് ഹദീസ്, നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് നോറ്റ കൂലിയാണ്. നോമ്പില്ലാത്ത കള്ളന്മാരെ, പുതിയാപ്പിള്ളാരെ കൂടെ വന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ കാര്യമല്ല കേട്ടോ. അതൊന്നും ഇപ്പം ഇല്ലല്ലേ, മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അതൊന്നുമില്ല. എല്ലാവരും നോമ്പ് വിൽക്കുന്നുണ്ട്. മുമ്പ് നമ്മളെ ചായക്കടകളുടെ, മുസ്ലിം ചായക്കടകളുടെ അവിടെ ഒരു മറ ഉണ്ടാകും, എന്ത്, നോമ്പ് കള്ളന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇന്ന് നോമ്പ് വിൽക്കാൻ കഴിയാത്ത ആൾക്കാർ വരെ മര്യാദയോടുകൂടിയാണ് ജീവിക്കുന്നത്. ഏതായാലും നോമ്പുള്ള ആൾക്കാരെ നോമ്പ് ഉറപ്പിച്ചാൽ അതിന് കൂലിയുണ്ട്. ശിർക്കില്ലാത്തവരെ ഐക്കല്ല് ഉറുക്ക് ഏലസ് കെട്ടാത്ത, അമ്പർത്തങ്ങളേന്ന് പ്രാർത്ഥിക്കാത്ത ആൾക്കാരെ നോക്കിയിട്ട് നോമ്പ് ഉറക്കാൻ വിളിക്കുക. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും നോമ്പ് തുറ ഏർപ്പാടാക്കുന്നുണ്ട്. 1200 റുപ്യയാണ് അത് കൊടുക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ. കരിച്ച് പരിച്ച് വേവിച്ച് ഉഷാറാക്കിയിട്ട് കൊണ്ടുവന്നോളി. കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും ഓരോ ദിവസത്തെ 2-3 ദിവസത്തൊക്കെ ഏറ്റെടുക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. ഒരു നോമ്പിന് എന്താ ചിലവ്? നമുക്ക് ഒരു 50 റുപ്യ 25 റുപ്യൊക്കെ വരിക അല്ലേ? അപ്പോൾ ഈ വരുന്ന എല്ലാവർക്കും കൂടി നോമ്പ് തുറക്കാൻ 1200 റുപ്യ കൊടുത്താൽ ഒരു 10-50 ആൾക്കാർ നോമ്പ് ഒറ്റ കൂലിയാണ് നമുക്ക് കിട്ടാൻ പോണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നോമ്പ് തുറപ്പിക്കൽ. ഇനി എന്താ പരിപാടി? ഇനി തറാവീഹ് അല്ലേ? അങ്ങനെ ചില ആൾക്കാർ വിചാരിച്ചിരിക്കണം. അല്ല, അതിൻ്റെ ഇടയിലൊരു കാര്യപ്പെട്ട കാര്യം ഉണ്ട്. എന്താ? ഇശ. ഇന്നലെ തറാവീഹിന് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇശാക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്ക്. അള്ള വിളിക്കുന്നത് ഹയ്യാല സ്വലാ, ഇശ നിസ്കരിക്കാൻ വരാനാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നത് എവിടേക്കാ? ഇശ നിസ്കരിക്കാനാണ് കേട്ടോ. ഇശ നിസ്കരിക്കാൻ വരുന്ന കൂട്ടത്തിൽ തറാവീഹ് നിസ്കരിക്കുന്നു. വരുമ്പോൾ പെരുമ്പാമ്പിൻ്റെ മാതിരി വിഴുങ്ങിയിട്ട് വരരുത്. എന്താ, ഒന്ന് ശ്വാസം വിടാനൊക്കെ വേണം. ശരിക്കും നിസ്കരിക്കാൻ സാധിക്കണം. പിന്നെ 1 പേജും 2 പേജും ഒന്നും ഓതിയോ പോരാ, ഇമാമനോട് പറയണം കുറച്ച് നീട്ടി ഓതാൻ കേട്ടാ. അപ്പോൾ തറാവീഹിൻ്റെ പേരിൽ തർക്കങ്ങളൊക്കെ അവിടെ അവസാനിക്കും. എന്താ, റസൂള്ള നിസ്കരിച്ച പോലെ നിസ്കരിച്ചാൽ തർക്കം ഉണ്ടാവില്ല. കാരണം റസൂള്ള ഒരു റക്കാത്ത് തന്നെ ബക്കറയും ആല ഇമ്രാനും നിസാവും ഓതിയിട്ടുണ്ട്. നേരം വെളുക്കോളം ഒരായത്തോതി നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര റക്കാത്തെന്നുള്ള ചോദ്യം തന്നെ വരില്ല. എന്തായാലും കുറച്ച് നമുക്ക് നീട്ടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തറാവീഹ് നിസ്കരിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങി അത്താഴത്തിന് എഴുന്നേറ്റ്. ഈ തറാവീഹ് മതി തഹജ്ജുദിന് കേട്ടോ. 8 നിസ്കരിച്ചാണ്ട് എഴുന്നേറ്റ് പോകുന്നോ വേണ്ട. പോണെങ്കിൽ പോകാം, ആവശ്യമുണ്ടെങ്കിൽ പോകാമെന്നല്ലാതെ 8 പടം നിസ്കരിച്ചിട്ട് അവിടെ 3 നിസ്കരിക്കൽ പുണ്യാന്ന് വിചാരിക്കേണ്ട. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുത്തിബ ലഹു ഖിയാമുൽ ലൈലത്തി. ഇമാമിൻ്റെ കൂടെ ഇമാം പിരിയുന്നത് വരെ നിസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ്. 1 മണിക്കൂറാണ് നിസ്കരിക്കുന്നത്, പക്ഷെ 1.5 മണിക്കൂർ നിസ്കരിച്ച കൂലി കിട്ടും ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചാൽ. അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാം, പക്ഷേ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് ക്ഷമിച്ചിരിക്കുക, എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോവുക. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കണ്ട. എന്നാൽ നിങ്ങൾക്ക് ആ നേരം ഉണരുന്നോ നിസ്കരിക്കണമെന്ന് തോന്നിയാലോ 2 റക്കാത്ത് നിസ്കരിക്കാം, 4 റക്കാത്ത് നിസ്കരിക്കാം, 6 റക്കാത്ത് നിസ്കരിക്കാം, 8 റക്കാത്ത് നിസ്കരിക്കാം. ഒറ്റ ഒന്നേ ഉള്ളൂ രാത്രിയിൽ. ഒരു രാത്രിയിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ഒറ്റയാക്കൽ ഒന്നേ ഉള്ളൂ. പിന്നെ ഈ 2 റക്കാത്ത് നിസ്കരിക്കാം. ഇനി തറാവീഹിന് വരണം നിർബന്ധമൊന്നുമില്ല, സുന്നത്തേ ഉള്ളൂ. ഇവിടെ ഇസ കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിട്ട് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഓതി, എല്ലാവർക്കും ഓതാൻ കിട്ടുന്ന ആൾക്കാരാണ്, എല്ലാവരും ഓതാൻ കിട്ടുന്ന ആൾക്കാരാണ്, അങ്ങനെ ഓതി നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ അവിടെ പോയിട്ട് ഉറങ്ങുകയും ചെയ്തു, തറാവീഹ് ഇവിടെ കിട്ടിയില്ല എന്ന് വരരുത്. പിന്നെയോ മനഖാമ റമളാന, റമളാൻ മാസത്തിൽ രാത്രി നിസ്കാരത്തിന് അത് എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്, 1.5 മണിക്കൂർ കൂലി കിട്ടുന്നതുമാണ്. അതുകൊണ്ട് അത് കളയരുത്. ശരി, അപ്പോൾ നമ്മൾ നോമ്പ് അത്താഴം മുതൽ അത്താഴം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ എല്ലാ ദിവസവും ഇവിടെ നമുക്ക് ക്ലാസ് ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചൊരിയട്ടെ. എല്ലാവരും ഉണ്ടാകണം, ക്ലാസ് പങ്കെടുക്കണം. പിന്നെ 1-ാമത്തെ 10 എന്നൊന്നുണ്ടോ? ഇല്ല. 2-ാമത്തെ 10 എന്നൊന്നുണ്ടോ? ഇല്ല. അപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് ദിക്റുണ്ടോ? ഇല്ല, ഒന്നുമില്ല. 3-ാമത്തെ 10 എന്നൊന്നുണ്ടോ? ഉള്ളത് ഇഅ്തികാഫിരിക്കാനാണ്. അപ്പോൾ എല്ലാവരും റെഡിയാകുക, എല്ലാവരും ഇഅ്തികാഫിരിക്കാൻ റെഡിയാകുക. ഇവിടെ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും അള്ളാഹിൻ്റെ മസ്ജിദിൽ എവിടെയെങ്കിലും പോയിട്ട് ഇഅ്തികാഫിരിക്കുക. എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ച് നല്ല രസത്തിൽ
അച്ചടക്കത്തിൽ, ഒതുക്കത്തിൽ. സുമ്മ ദഖല മുഅ്തഖഫഹു, 20-ന് റമദാൻ 20-ന് സുബഹിന് സുമ്മ ദഖല മുഅ്തഖഫഹു, ഈത്തിക്കാഫിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി നിൽക്കും റസൂലുള്ള. അവിടെ മടി ചാടി മണ്ടി കളിക്കലല്ല, അച്ചടക്കത്തിൽ. ഒച്ചൊന്നുണ്ടാക്കരുത്, വേറെ ആൾ കഷ്ടപ്പെടുത്തരുത്, ശല്യപ്പെടുത്തരുത് കേട്ടോ. അത്യാവശ്യം ഭക്ഷണമൊക്കെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരിക, വീട്ടിലേക്ക് പോകരുത് കഴിയുന്നത്ര. പെണ്ണുങ്ങളായാലും ഇവിടെ തന്നെ ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇവിടെ തന്നെ ആയി നിസ്കരിക്കുക. ആ ഈത്തിക്കാഫിരിക്കുന്നത് കൊണ്ട്, ലൈലത്തുൽ ഖദർ ഉള്ളത് കൊണ്ട് അവസാനത്തെ 10 എന്നൊന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന മനോഹരമായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമിന എന്ന ആയിഷാബി നമ്മളമ്മ ചോദിച്ചതാണ്. ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് തോന്നിയാൽ. ആർക്ക്? എനിക്ക് തോന്നിയാൽ. അപ്പോൾ റമദാനിലിങ്ങനെ ഇത്തിക്കാഫിരിക്കുകയാണ്, ഒരു ദിവസം തോന്നാണ് ഇന്നായിരിക്കും ലൈലത്തുൽ ഖദർ എന്ന് തോന്നിയാൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ഹദീസ്, ഈ പ്രാർത്ഥന. അല്ലാതെ അവസാനത്തെ 10 എല്ലാവരും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതല്ല. ഏത് പ്രാർത്ഥനയും നമുക്ക് ഏത് ദിവസം ചൊല്ലാം, പക്ഷേ പ്രത്യേകം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് റസൂലിൻ്റെ ഒപ്പ് വേണം. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് 365 ദിവസം പ്രാർത്ഥിക്കാം. പക്ഷെ അവസാനത്തെ 10 മാത്രമായ പ്രാർത്ഥനയല്ല. പക്ഷേ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് മനസ്സിലാകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ലൈലത്തുൽ ഖദർ എന്നുള്ള കൂലിയിട്ടുള്ളൊരു പരിപാടിയാണ്. അതിങ്ങനെ അവിടെ അത്ര വെളിച്ചെണ്ടെന്നു ഇത്ര വെളിച്ചെണ്ടെന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് കിട്ടും. ഇത്തികാഫിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, അല്ലേ? 1000 മാസത്തെക്കാൾ ഉത്തമമായി.